ഹലോ എവരി വൺ, വെൽക്കം ബാക്ക്. ഇത് വീക്ക്ലി വ്ളോഗാണ്. ഇന്ന് മൺഡേ ആണ്. ഇന്നലെ നൈറ്റ് ആണെങ്കിൽ ഞാൻ ഉറങ്ങിയതേ ഇല്ല. എനിക്കാണെങ്കിൽ ശ്വാസം മുട്ടലും ചുമയും തൊണ്ടവേദനയും. എനിക്ക് ആകെ ഒരു ഡിസ്റ്റർബൻസ് ആയിരുന്നു. അങ്ങനെ ചൂടുവെള്ളമൊക്കെ രാത്രി ഇരുന്ന് കുടിച്ചിട്ടൊക്കെയാണ് ഒന്ന് സെറ്റിലായിട്ടാണ് ഉറങ്ങിയതൊക്കെ. പിന്നെ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പുട്ടും പയറും പപ്പടമാണ്. പിന്നെ ഉച്ചത്തേക്ക് പയർ തോരൻ, ചോറ്, പുളിയൊഴിച്ച് വിട്ടാൻ, പിന്നെ മീൻ ഫ്രൈ ചെയ്തത് ആണ്. ഞാൻ അതിലിട്ടിട്ടുണ്ട്, ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതൊന്നും വീഡിയോ എടുത്തില്ല, അതാണ് ഞാൻ പറഞ്ഞത്. കാരണം വീഡിയോ എടുക്കാനുള്ള ടൈം കിട്ടിയില്ല എനിക്ക്. അപ്പോൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ നോക്കാം നമുക്ക് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് ഈ വീക്സ്. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നതിന് മുമ്പായിട്ട് അമ്മയുടെ ഷുഗർ ചെക്ക് ചെയ്യാണ്. കാരണം അമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് ഷുഗർ ഡൗൺ ആവാറുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും പോയിട്ട് വരാൻ ഒരു 3 hours എടുക്കും. അപ്പോൾ അതിൻ്റെ ഇടയിൽ അമ്മയ്ക്ക് ഷുഗർ ഡൗൺ ആവരുതല്ലോ, അതുകൊണ്ടാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ അന്ന് ചെക്ക് ചെയ്ത സമയത്ത് അമ്മ കുറവാണോ എന്ന് ചോദിക്കുമ്പോൾ വളരെ കുറവാണെന്ന് പറഞ്ഞ് കളിയാക്കുകയാണ്. കാരണം അന്ന് കുറച്ച് ഹൈ ആയിരുന്നു ഷുഗർ, അതുകൊണ്ട്. പിന്നെ അങ്ങനെ എന്തൊക്കെ കോമഡിയൊക്കെ പറഞ്ഞ് അങ്ങനെ ഇതൊക്കെയായിരുന്നു. പിന്നെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിൽ എനിക്ക് പുട്ടായതുകൊണ്ടേ നമുക്ക് മോയിസ്റ്റ് ഇരുന്നാൽ കുഴപ്പമില്ല. എൻ്റെ തൊണ്ടവേദന ആയതുകൊണ്ട് ഒന്നും ഇറങ്ങുന്നില്ലായിരുന്നു. കഷ്ടപ്പെട്ടാണ് കഴിച്ചിട്ട് പോയത് അന്ന്. അപ്പോൾ ഗൈസ്, നമ്മൾ ഹോസ്പിറ്റലിൽ പോകാൻ റെഡിയായി ഇറങ്ങി. അങ്ങനെ ഹോസ്പിറ്റലിലോട്ട് തിരിച്ചു. പോകുമ്പോഴേ പേടിച്ചാണ് പോയത്. കാരണം അവർ ഇൻഫ്യൂഷനായിട്ട് ഇടാൻ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കാണെങ്കിൽ വെയിനേ കിട്ടില്ല. വളരെ കഷ്ടപ്പെട്ടാണ് വെയിൻ എടുക്കുന്നത്. അപ്പോൾ അതൊരു ഭയങ്കരമായ ബുദ്ധിമുട്ടായ കാര്യമാണ് എനിക്ക്. ഡോക്ടറെ കാണിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞത് തൊണ്ടയിൽ ഇൻഫെക്ഷൻ ഉണ്ട്, പിന്നെ അത് മേ ബി ചെസ്റ്റിൽ സ്പ്രെഡായിരിക്കാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് നല്ല തലവേദന ഉണ്ട്, കാലത്ത് തൊട്ടേ ഉണ്ട്. അങ്ങനെ അതുകൊണ്ട് ഇപ്പോൾ പെയിൻ കില്ലറാണ് ഇട്ടിട്ടുള്ള ട്രിപ്പിൽ. കുത്തുമ്പോൾ എൻ്റെ വേദന ഞാനിങ്ങനെ കടിച്ച് പിടിച്ചാൽ കിടക്കാം. ആ വേദന ഒരു വേദനയാണ്. ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനും കൊടുത്തിട്ടുണ്ട്, ഇൻഫെക്ഷൻ എത്ര ഉണ്ടെന്ന് നോക്കാൻ. എന്തായാലും ആൻറ്റിബയോട്ടിക് സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, ഇതാണ് അപ്ഡേറ്റ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് കാണാം. അങ്ങനെ നമ്മൾ വീട്ടിൽ വന്ന് ഊണൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചൂടുവെള്ളം കുടിക്കുകയാണ്. അപ്പോഴാണ് തൊണ്ടയ്ക്ക് കുറച്ച് ആശ്വാസം കിട്ടുന്നത്. പിന്നെ ചേട്ടൻ വീണ്ടും വർക്കിന് വേണ്ടി പോവുകയാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈവനിങ് മോനെ പോയി പിക്ക് ചെയ്തിട്ട് അവൻ എൻ്റെ അടുത്ത് സ്കൂളിലെ വിശേഷങ്ങൾ ഞാൻ ചോദിക്കാതെ തന്നെ പറയുന്ന സമയമാണ് ഈ ആട്ടോയിൽ വരുന്ന സമയത്ത്. ആ സമയത്ത് പറയുന്നത് നമ്മൾ ശ്രദ്ധിച്ച് കേട്ടാലേ പറ്റുള്ളൂ. കാരണം ഈ അപ്പം പറയുന്ന ഒരു കാര്യവും പിന്നെ നമ്മൾ വീട്ടിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുമ്പോൾ പറയാറില്ല. ഏത് മക്കളെ സാധനം വാങ്ങിച്ചത്? എവിടെ ഷൂ വയ്ക്കും? ഷൂ എവിടെ വയ്ക്കും? അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. അവനെ പഠിപ്പിച്ചു, അവനെ ഹോംവർക്കൊക്കെ എഴുതിപ്പിച്ചു, പാത്രം കഴുകി, എല്ലാവരും ആഹാരം കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ വന്ന് കിച്ചൺ ക്ലീൻ ചെയ്യാണ്. കാരണം രാവിലെ എണീറ്റ് വരുമ്പോൾ കിച്ചൺ ക്ലീനായി കിടക്കുമ്പോഴാണ് ഒരു എനർജി കിട്ടുക. ഹലോ, അപ്പോൾ അടുത്ത അപ്ഡേറ്റ് തരാമെന്ന് വിചാരിച്ചു. സക്സസ്ഫുള്ളി എനിക്ക് മദ്രാസായി വന്നിട്ടുണ്ട്. അന്ന് ഞാനത് മദ്രാസായാണെന്ന് ഉറപ്പിച്ചു. അങ്ങനെ കണ്ണാടിയൊക്കെ വെച്ചിട്ട് ആവി കയറ്റാണ്. കാരണം കണ്ണിൽ കുറച്ചുകൂടെ ചൂട് പെട്ടാൽ വീണ്ടും ഇൻഫെക്ഷൻ കൂടിയാലോ എന്നാണ് കണ്ണാടി വെച്ചിട്ട് ഇത് ചെയ്യുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് വിക്സൊക്കെ പുരട്ടാണ്. കാരണം എങ്കിലേ ഉറങ്ങാൻ പറ്റത്തുള്ളൂ. കാരണം അല്ലെങ്കിൽ രാത്രി ഫുൾ എണീറ്റിരിക്കും. അന്ന് ഞാൻ രാത്രി ഇരുന്നെന്നാണ് എൻ്റെ ഓർമ്മ. ഹലോ, ഇന്ന് ട്യൂസ്ഡേ ആണ്. ഇന്ന് ഒരു ഞാൻ വീഡിയോ എടുക്കാൻ പറ്റില്ല, ഫുൾ കിടപ്പിലായിരുന്നു. ശ്വാസം മുട്ടലും എനിക്കറിയത്തില്ല എനിക്ക് എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന്.
ഭയങ്കര ഡള്ളായി. എന്താണ് 3 ദിവസമായിട്ട് ഭയങ്കരമായിട്ട് കഷ്ടപ്പെടായിരുന്നു. അതിൻ്റെ ഇടയിലാണ് ഞാൻ പറഞ്ഞല്ലോ മദ്രാസ് ഐ പോലെ വന്നത്. മദ്രാസ് ഐ അല്ല ആക്ച്വലി, എനിക്കാണ് ചൂട് കൊണ്ടെന്തോ വന്നതാണ്, മദ്രാസ് ഐ ആയിട്ടില്ല. അങ്ങനെ മൊത്തത്തിൽ ഡാമേജ്. ഇപ്പോഴാണ് ഞാൻ പിന്നെയും കുറച്ച് കൂളായിട്ടിരിക്കുന്നത്. ഉച്ചയ്ക്കൊക്കെ അയ്യോ എനിക്കറിയത്തില്ല ഞാൻ എന്തായിരുന്നു. അതാണ് ഇന്നൊന്നും വീഡിയോ ഒന്നും എടുത്തതേ ഇല്ല. ഓക്കെ, അപ്പോൾ ഇന്ന് ട്യൂസ്ഡേ ആണ്. നോക്കട്ടെ നാളത്തെ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് അറിയില്ല. ബെറ്ററാണ്, ക്യൂറാണെങ്കിൽ നാളെ ഞാൻ രാവിലെ വീഡിയോ എടുക്കാം. ഓക്കെ. അപ്പോൾ ഇത് വെനസ്ഡേ ആണ് കേട്ടോ. ഇന്ന് മോൻ്റെ സ്പോർട്സ് ഡേ ആയിരുന്നു. അപ്പോൾ ഞാൻ ചോദിക്കുകയാണ് സ്പോർട്സിന് എങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്തോ. പിന്നെ കുഴപ്പമില്ല, ഒന്ന് ചെയറപ്പ് ചെയ്ത് വിട്ടു, കുഴപ്പമില്ല, പാർട്ടിസിപ്പേഷനാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ ചേട്ടൻ വന്നു, ചേട്ടനുള്ള ബ്ലാക്ക് ടീ ആണിത്. അപ്പോൾ അതൊക്കെ അറേഞ്ച് ചെയ്തു. പിന്നെ ഞാൻ മീഷോയിൽ നിന്ന് കുറച്ച് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് വാങ്ങിച്ചിരുന്നു. അതാണിതൊക്കെ, കൊള്ളായിരുന്നു കേട്ടോ ആ ഫ്ലവേഴ്സ്, എനിക്ക് നല്ല ക്യൂട്ടായിട്ട് തോന്നി. പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ സിങ്കാണെങ്കിൽ ഭയങ്കര ലീക്കാണ്, എന്തൊക്കെ ചെയ്ത് നോക്കി എന്നിട്ടും ലീക്ക് ആവുന്നുണ്ട്. അതുകൊണ്ട് നമ്മളിങ്ങനെ ഒരു സിൽവർ കളറിൽ ഒരു പേപ്പർ വെച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു 3-4 ദിവസം യൂസ് ചെയ്തു. പക്ഷേ എന്താണെന്ന് വെച്ചാൽ വീണ്ടും ലീക്കായി. അതുകൊണ്ട് ഞാൻ അത് മാറ്റിയിട്ട് പുതിയത് ഒട്ടിക്കുകയായിരുന്നു. ഇത് നെക്സ്റ്റ് ഡേ അപ്പത്തിന് വേണ്ടിയുള്ള മാവരയ്ക്കാണ്. ഞാൻ എപ്പോഴും നൈറ്റാണ് അരച്ച് വെക്കാറ്. കാരണം എന്താണെന്ന് വെച്ചാൽ രാവിലെ ആകുമ്പോൾ കറക്റ്റായിട്ട് പുളിച്ചിരിക്കും. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇടർ സമയമാകുമ്പോൾ ചിലപ്പോൾ പുളിക്കത്തില്ല, നമുക്ക് ഫ്രിഡ്ജിലും വയ്ക്കാൻ പറ്റത്തില്ല, ഓവറായിട്ട് പുളിച്ചു പോകും. സോ അന്ന് തന്നെ നെബുലൈസേഷൻ ചെയ്യാണ്. കാരണം എനിക്ക് ഒട്ടും തന്നെ കുറവില്ല, എൻ്റെ തൊണ്ടവേദനയും ശ്വാസമുട്ടലൊക്കെ ഭയങ്കരമായിട്ട് കൂടി. സോ രാത്രി ഡോക്ടർ വന്ന് നെബുലൈസേഷൻ ചെയ്തിട്ട് കിടക്കാൻ പറഞ്ഞു. ആവി പിടിക്കുന്നതിനാട്ടിൽ നെബുലൈസേഷൻ ചെയ്യണം, അതാണ് ഈ ഇത്. ഗുഡ് മോർണിംഗ് ഗൈസ്. ഇത് വന്ന് തേഴ്സ്ഡേ ആണ്, തേഴ്സ്ഡേ മോർണിംഗ്. അപ്പോൾ വെനസ്ഡേ വരെ എനിക്കറിഞ്ഞൂടാ എന്തൊക്കെ ഇതിലാണ് ഞാൻ ഗോ ത്രൂ ചെയ്തിട്ടിരുന്നത്. ഇപ്പോൾ കൂടെ കണ്ടോ പഴുപ്പും. മദ്രാസ് ഒന്നുമല്ല, പക്ഷേ എന്തോ പഴുപ്പ് വന്ന് കെട്ടുന്നു രാവിലെ ആകുമ്പോൾ. അപ്പോൾ ആദ്യം കണ്ണ് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. എവിടെ ഇന്നെന്താണ് സ്കൂളിൽ പോവാത്തത്? അന്ന് അവന് ഇടയ്ക്കിടയ്ക്ക് കാല് വേദന വരാറുണ്ട്. അപ്പോൾ അന്ന് ഭയങ്കരമായ കാല് വേദനയാണെന്ന് രാവിലെ എണീറ്റ സമയത്ത്. അപ്പോൾ അന്ന് പിന്നെ ചേട്ടൻ പറഞ്ഞു വിടണ്ട എന്ന് പറഞ്ഞു. പിന്നെ അന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും കടലക്കറിയും, അതായത് ഗ്രീൻ പീസ് സ്റ്റൂ ആയിരുന്നു. നല്ല കോമ്പിനേഷനായിരുന്നു. എനിക്കിഷ്ടമാണ് അപ്പവും സ്റ്റൂവുമായിട്ട് കഴിക്കാൻ. അവനും കഴിക്കാൻ ഇഷ്ടമാണ്. പിന്നെ അവന് അപ്പം എന്ന് പറഞ്ഞാൽ എല്ലാം അവന് ദോശയാണ്. അപ്പം അങ്ങനെ വെറൈറ്റി ഒന്നുമില്ല, എല്ലാം ദോശയും സാമ്പാറും എന്ന് പറയാറുള്ളൂ. ഇതെൻ്റെ കൊച്ചച്ഛനാണ്. അപ്പോൾ കൊച്ചച്ഛൻ വരുമ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം അവന് അപ്പൂപ്പന്മാരെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ കൊച്ചച്ഛൻ വരുന്ന സമയത്ത് അവൻ മാക്സിമം കൊച്ചനുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് ഇരിക്കാറുണ്ട്. എവിടെയൊക്കെ അത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ അച്ഛനെ ചില സമയം മിസ് ചെയ്യാറുണ്ട്. അച്ഛൻ അവൻ്റെ അടുത്ത് നിറയെ മിങ്കിളാവണം എന്നൊക്കെ ആഗ്രഹിച്ചൊരു വ്യക്തിയാണ്. പക്ഷേ അത് അനുഭവിക്കാനുള്ള യോഗ അച്ഛനുണ്ടായില്ല. പക്ഷേ കൊച്ചച്ഛൻ വരുന്ന സമയത്ത് നമുക്ക് ഒരു ഭയങ്കര ഹാപ്പിയാണ്. കാരണം നമുക്ക് അച്ഛൻ്റെ പ്രസൻസ് ഫീൽ ചെയ്യാറുണ്ട്. അങ്ങനെ കൊച്ചിനോട് ഇൻട്രാക്ട് ചെയ്യുന്നതാണ് ഈ ഇതാ കാണുന്നത് നിങ്ങൾ. Yes, yes. But I cannot try. Charuma. Charuma. ഇത് വന്ന് എൻ്റെ അനിയത്തിയുടെ ഗ്രാജുവേഷൻ ഡേ ആണ്. സത്യത്തിൽ ഒരു ഗൂസ്ബം മൂമെൻറ്റ്സ് ആയിരുന്നു. നമ്മൾ യൂട്യൂബിൽ ലൈവായിട്ടാണ് കണ്ടിരുന്നതെന്ന് രാത്രി.
സത്യം പറഞ്ഞാൽ അവൾ ഒരു പ്രൗഡ് മൂമെൻ്റ്, അവളെ ഡ്രീം കം ട്രൂ ആണ്. ഇത് നമ്മൾ നെക്സ്റ്റ് ഡേ കിംസ് ഹോസ്പിറ്റലിൽ പോവാണ് അമ്മയുടെ ട്രീറ്റ്മെൻറ്റിനായിട്ട്. സോ ഇതറിയാത്ത ആൾക്കാരുണ്ടായിരിക്കും. ഞാൻ എന്തായാലും ഒരു സെപ്പറേറ്റായിട്ട് വീഡിയോ ഇടാം, എന്താണ് ഞാൻ ആരാണെന്നും എന്താണെന്നൊക്കെ ഉള്ള എക്സ്പ്ലെയിൻ ചെയ്തിട്ട്. ഓക്കെ, അന്ന് ഭയങ്കര ഡിലേ ആയിരുന്നു. കാരണം ഡോക്ടർ ഭയങ്കര ബിസി ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടൊക്കെയാണ് അന്നത്തെ അപ്പോയിൻമെൻറ്റ് കിട്ടിയത്. നമ്മൾ വീട്ടിലെത്തിയപ്പോൾ തന്നെ 7 മണിയൊക്കെ ആയിരുന്നു അന്ന്. ഇത് രാവിലെ ക്യാൻറ്റീനിൽ നിന്ന് ആഹാരം കഴിച്ചിട്ട് വീണ്ടും OPയിലോട്ട് പോകാൻ വേണ്ടി പോകുന്നതാണ്. അപ്പോൾ അവിടുത്തെ സിസ്റ്റമൊക്കെ ഞാൻ സെപ്പറേറ്റായിട്ട് ഒരു വീഡിയോ ആയിട്ടിടാം, അതായിരിക്കും നല്ലത്. അപ്പോൾ ഇത് ലിഫ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ്. ഇത് നമ്മൾ ഡോക്ടറിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതാണ്. നമ്മളൊരു 3 hours എങ്കിലും വെയിറ്റ് ചെയ്ത് കാണും. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഡോക്ടറിനെ കണ്ടത്. അപ്പോൾ ഇത്രയും നേരം നമ്മൾ വെയിറ്റ് ചെയ്തിരുന്നിട്ട് ശരി ഡോക്ടർ വരാൻ ലേറ്റ് ആവുമല്ലോ എന്ന് പറഞ്ഞ് ഞാനും അമ്മയും ഒരു ചായ വാങ്ങിയത് ഡോക്ടർ കറക്റ്റായിട്ട് വിളിച്ചു. അങ്ങനെ ഇമ്മ്യൂണോതെറാപ്പി എടുക്കാൻ പോയി. പക്ഷേ അതിനുശേഷം എനിക്ക് ഒരു വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കാരണം എനിക്ക് ഭയങ്കരമായിട്ടുള്ള തൊണ്ടവേദനയും പനിയും അതൊക്കെ ആയിരുന്നു. പിന്നെ ഇത് മോനെ പോയി പിക്ക് ചെയ്തിട്ട് നമ്മൾ ഈവനിങ് നമ്മൾ ഉച്ചയ്ക്കൊന്നും കഴിച്ചിരുന്നില്ല. അതുകൊണ്ട് പോയി അവിടെ ഒരു കടയിൽ നിന്ന് നമ്മൾ പുട്ടും ചിക്കൻ പെരട്ടും പിന്നെ അമ്മ പൊറോട്ടയാണ് കഴിച്ചത്. അങ്ങനെ നമ്മളെല്ലാവരും ഇത് കഴിക്കുന്നതാണ്. അവിടുത്തെ നല്ല ടേസ്റ്റി ഫുഡാണ് കേട്ടോ. ഹൈവേയുടെ അടുത്തുള്ള ഒരു ഷോപ്പാണ്. പിന്നെ വീട്ടിൽ വന്നതിന് ശേഷം ചേട്ടന് കോഫി വേണമെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ കോഫി ഇട്ട് കൊടുക്കുകയാണ്. ചേട്ടന് വന്ന് ഭയങ്കരമായിട്ടുള്ള ത്രോട്ട് ഇൻഫെക്ഷൻ വന്നു. അതുകൊണ്ട് 2 പേരും ചേർന്നാണ് കോഫി കുടിച്ചത്. അപ്പോൾ എല്ലാവർക്കും ഈ ആഴ്ചത്തെ 1 വീക്ക് വ്ളോഗ് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എനിക്കറിയാം കുറച്ച് എവിടെയാണ് ബിറ്റ്സ് ആൻഡ് ബൈറ്റ്സേ ഉള്ളൂ. കാരണം എനിക്ക് സുഖമില്ലായിരുന്നു. അതുകൊണ്ട് എന്നെക്കൊണ്ടാവുന്നതൊക്കെയാണ് ഞാൻ ഷൂട്ട് ചെയ്തത്. അപ്പോൾ അതിലെന്തൊക്കെ മനസ്സിലായില്ലെന്നൊന്നും അറിയത്തില്ല. ഇപ്പോൾ കൂടെ മാറിയിട്ടില്ല തൊണ്ട. ഭയങ്കര പെയിനാണ്. ഉമിനീരിറക്കാൻ പോലും കഷ്ടമാണ്. എനിക്ക് കുറേ ദൂരമൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് സംസാരിക്കാൻ പോലും വയ്യ. അതാണ് ഹോസ്പിറ്റലിൽ പിന്നെ ഒന്നും ഞാൻ എടുക്കാത്തത്. എനിക്ക് മൊത്തത്തിൽ ഞാൻ പെയിൻഫുള്ളായ ഒരു ജേണി ആയിരുന്നു ഇന്നത്തത്. അതൊക്കെ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീക്കെങ്കിലും വർത്ത് അല്ലെങ്കിൽ എല്ലാം ഇൻക്ലൂഡ് ചെയ്തെടുക്കാൻ നോക്കാം. നമ്മളിപ്പോൾ വീട്ടിൽ വന്നു, ഒരു കോഫി കുടിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടൊന്നും കുടിക്കുന്നതല്ല, ആ ചൂട് പോകുമ്പോൾ ഒരു ആശ്വാസം, അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. അമ്മ ഫൈനാണ്, ഉറങ്ങുന്നു. കാരണം ഇന്നത്തത് കുറച്ച് സെഡേഷൻ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണമുണ്ട്. അപ്പോൾ ശരിയായിക്കോളും. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ.